പാലായിൽ തീരുമാനം ഇന്ന് രാത്രിയോടെ എത്തും. പുളിക്കക്കണ്ടം കുടുംബം രാത്രി 7:30 മാധ്യമങ്ങളെ കണ്ട് ഏത് മുന്നണിക്ക് പിന്തുണയെന്ന് പ്രഖ്യാപിക്കും. പുളിക്കക്കണ്ടം കുടുംബവുമായുള്ള ചർച്ചകൾ സജീവമാക്കി LDFും UDFും. ഷിനോജ് ST ചേർന്നുണ്ട്. ഷിനോജ്, അങ്ങനെ പുളിക്കക്കണ്ടം കുടുംബം തീരുമാനിക്കും പാലായിൽ ആര് ഭരിക്കണമെന്ന്. അപ്പോൾ ഒരു സസ്പെൻസ് കരുതി വെച്ചേക്കുകയാണോ, അതല്ല ഇതിനോടകം തന്നെ തീരുമാനമെടുത്തു? കാരണം ഈ രണ്ട് മുന്നണികളും ഒരുമിച്ച് അവരെ സമീപിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ സീറ്റുകളൊക്കെ മേയർ സ്ഥാനവും ചെയർമാൻ സ്ഥാനമായും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? പുളിക്കക്കണ്ടം കുടുംബം തൃപ്തിയിലാണോ ഇപ്പോൾ? പ്രതീക്ഷ ഒന്നും അങ്ങ് തന്നെ തുറന്നു പറയുന്നില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് സംബന്ധിച്ച് തന്നെ ഈ പാലാ നഗരത്തിൽ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് രാത്രിയോട് തീരുമാനമുണ്ടാകും. പക്ഷേ രാത്രി 7:30 മാധ്യമങ്ങളെ കാണാം. അതിനു മുമ്പ് ഒരു ഏത് തരത്തിലുള്ള പ്രതികരണത്തിനും ഇല്ല എന്ന് തന്നെയാണ് പുളിക്കക്കണ്ടം കുടുംബം നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചർച്ചകളൊക്കെ തന്നെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. LDFും UDFും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറക്കിയാണ് നിലവിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ തന്നെ നടത്തുന്നത്. പ്രത്യേകിച്ച് പാല അത് കൈവിടുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ തന്നെ ജോസ് കെ മാണിയും ബിനോ പുളിക്കക്കണ്ടമായി ഉണ്ടായിരുന്ന എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, കാരണം 3 മാസങ്ങൾക്കപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ വേണ്ടി വന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി തന്നെയാണ് കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ നിൽക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ട് ഏകദേശം 12 ദിവസം കഴിയുന്നു. മാരത്തൺ ചർച്ചകൾ UDFുമായും LDFുമായും പുളിക്കക്കണ്ടം കുടുംബം പലതവണ നടത്തി. ആദ്യഘട്ടത്തിൽ UDF ആണ് ചർച്ചകൾക്കൊക്കെ തന്നെ വേഗത കൂട്ടിയത്. പക്ഷേ അതിനിടയിൽ തന്നെ UDF കൗൺസിലർമാർക്കിടയിൽ തന്നെ പുളിക്കക്കണ്ടം കുടുംബത്തിന് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ UDF യോഗത്തിലുണ്ടായി. അതിന് പിന്നാലെ LDF ആ അവസരം മുതലാക്കി മന്ത്രി VN വാസൻ ഉൾപ്പെടെ ഉപാധികൾ എന്തായാലും വെക്കപ്പെടും. തീർച്ചയായും ഉപാധി എന്ന് പറയുന്നത് പ്രധാനമായും ആദ്യത്തെ 2 വർഷം ആ ടേം എന്ന് പറയുന്നത് പുളിക്കക്കണ്ടം കുടുംബത്തിൽ തന്നെ നൽകണമെന്നതാണ് ബിനു പുളിക്കക്കണ്ടം മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ആദ്യത്തെ 2 വർഷം ചെയർമാൻ സ്ഥാനം തന്റെ മകൾ ദിയ പുളിക്കക്കണ്ടത്തിന് നൽകണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതേ സമയത്ത് തന്നെ 5 വർഷം അതായത് പൂർണ്ണമായും 5 വർഷം വൈസ് ചെയർമാൻ സ്ഥാനവും വേണം എന്നൊരു ആവശ്യമാണ് നിലവിൽ പുളിക്കക്കണ്ടം കുടുംബം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിൽ LDFോ UDFോ ഏതെങ്കിലും തരത്തിൽ അവർക്കൊപ്പം നിൽക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഔദ്യോഗികമായി ഇന്ന് രാത്രി 7:30 പ്രഖ്യാപിക്കും. പാല ആര് ഭരിക്കണം എന്നത് പുളിക്കക്കണ്ടം കുടുംബം തീരുമാനിക്കും.